ഇന്ന് പരിഭാഷപ്പെടുത്തുന്നവരുടെ പള്ളിയിലൊന്നും ഒരു ജുമയില്ല. കാരണം അവരുടെ മലയാള പ്രസംഗം അത്രമേൽ കൂടുതലാണ്, മുവാലാത്ത് നഷ്ടപ്പെടുത്തുന്നതാണ്. വയുസ്തർതു കൗനുഹ അയിൽ അർക്കാനി ദൂനമാദാഹ അറബിയത്തൻ ലിലിത്തിബായി. പലരും റുക്കിനും പോരെ അറബിയിലാക്കൽ. വയുസ്തർതു കൗനുഹ ഖുതുബയെ ആക്കൽ ശർത്താക്കപ്പെടും. അറബിയത്തൻ അറബിയാക്കൽ ശർത്താക്കപ്പെടും. അവിടെ ഖുതുബയെ അറബിയാക്കൽ ശർത്താക്കപ്പെടും എന്നിടത്ത് അയിൽ അർക്കാനി, അതായത് റുക്നുകളെ അറബിയാക്കുക, ദൂനമാത റുക്നുകളല്ലാത്തതിനെ കൂടാതെ എന്നാണല്ലോ ഉള്ളത്. അപ്പോൾ റുക്ന് അറബിയിലാക്കിയാൽ പോരെ എന്നാണ്. അപ്പോൾ റുക്ന് എന്നൊരു പ്രത്യേക വകുപ്പ് നമ്മൾ നിസ്കാരത്തിൻ്റെ റുക്നും സുന്നത്തും ഒക്കെ പറയുന്നത് പോലെ അങ്ങനെയാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. റുക്ന് എന്ന് ഫുഖഹ ഇബാറത്തിട്ടത് ഷറഹുൽ മുഹദ്ദബിൽ 4-ാം വാള്യത്തിൽ 441-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫി മദ്ഹബിൽ ഉലമാഇ ഫി അഖല്ലി മാ യുജ്സിഉ ഫിൽ ഖുതുബത്തി എന്നാണ്. ഖുതുബയിൽ മതിയാകുന്നതിൽ, ഖുതുബ സ്വഹീഹാകാൻ ആവശ്യമാകുന്നതിൽ ഏറ്റവും അനിവാര്യമായത് എന്നാ റുക്ന് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ റുക്നുകളെ മാത്രം അറബിയിലാക്കിയാൽ പോരെന്നാണ്. റുക്നുകൾ മതി ജുമാ ശരിയാകാൻ. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അത്തിയുല്ലാഹ്, റഹിമക്കുമുല്ലാഹ് ഒരായത്തും, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ ഒരായത്തും. ഇത് മതി. ഇടയിൽ മുവാലാത്തും വേണം. അതുകൊണ്ട് ഖുതുബയായി. അപ്പോൾ ഖുതുബയാകാൻ ആവശ്യമായ അനിവാര്യ ഘടകം, അത് സ്വഹീഹാകാൻ ആവശ്യമായ ഘടകം എന്നാണ് അർക്കാന് കൊണ്ടുള്ള ഉദ്ദേശം. അത് കേൾക്കുമ്പോൾ തോന്നും കുറേ സുന്നത്തുകൾ വേറെയുണ്ട്, അപ്പോൾ അത് അല്ലാതെയാക്കാം എന്നൊക്കെ തോന്നും. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. അഖല്ലുമാ യുജ്സിഉ ഫിൽ ഖുതുബത്തി, ഖുതുബയിൽ മതിയാകുന്നതിൽ ഏറ്റവും ചുരുങ്ങിയത് എന്നാണ് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം. ബാക്കിയുള്ള തവാബീകൾ, അതായത് അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നതിൻ്റെ ശേഷം വല്ലതും പറയുകയാണെങ്കിൽ ആ പറയുന്നത് അതും അറബിയാകണം പരിഗണിക്കണമെങ്കിൽ. എന്നാൽ അത് പറഞ്ഞുകൊള്ളണമെന്ന് തന്നെയില്ല. ഇനിയല്ല, അതിനെ അറബി അല്ലാതെയാക്കുന്നത് അത് ഹറാമാണ്. അത് ദീർഘിച്ചു പോയാൽ, ഉദാഹരണത്തിന് സ്വലാത്തിൻ്റെയും തഖ്വ കൊണ്ടുള്ള വസിയത്തിൻ്റെയും ഇടയിൽ ദൈർഘ്യം വരുമ്പോൾ, മുവാലാത്ത് നഷ്ടപ്പെടുമ്പോൾ ജുമാ തന്നെ, ഖുതുബ തന്നെ ഫാസിദാകും. അത് ഫാസിദാകുന്നതോടുകൂടെ നിസ്കാരവും പോകും. അതോടൊപ്പം ആ അറബി അല്ലാത്ത രൂപത്തിൽ തവാബികളെ ചെയ്യുമ്പോൾ അത് ഫാസിദായ ഇബാദത്തിനോട് ബന്ധിക്കലുമാണ്. കാരണം ഷർത്തൊക്കാത്ത ഇബാദത്താണ് സുന്നത്തിന്. അല്ലെങ്കിൽ തവാബി എന്ന് പറയുന്ന ഈ മുഅയ്യനായ ഫർളുകളല്ലാത്ത ഭാഗം, അതിനെയും അറബിയിൽ തന്നെ വേണം. എന്നാലേ അതുകൊണ്ട് ഇഹ്തിദാദ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ലഗ്വായി പോകും. കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം.